ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ പേരിലുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റ് ചില കയ്യെഴുത്തു പ്രതികളിൽ നിന്നുമാണ് നാം മനസ്സിലാക്കുന്നത്. കർത്താവിൻ്റെ ദിവസമായ ഞായറാഴ്ച മാതാവ് സ്ലീഹന്മാരോട് പറഞ്ഞു, ധൂപം ഒരുക്കുവിൻ, കാരണം മാലാഖമാരുടെ വ്യൂഹത്തോടുകൂടെ ക്രോവേന്മാരുടെ സിംഹാസനത്തിലിരുന്ന് മിശിഹ വരുന്നു. സ്ലീഹന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അസംഖ്യം സൈന്യങ്ങളോടും ഉഗ്രപ്രതാപത്തോടും കൂടെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവിടത്തേക്ക് മുമ്പേ പോയിരുന്ന പ്രകാശവലയം ഏകജാതൻ്റെ ആഗമന സൂചകമായി പരിശുദ്ധ കന്യകയുടെ മേൽ വന്നിരുന്നതായി കാണപ്പെട്ടു. സ്വർഗീയ ശക്തികളെല്ലാം അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. കർത്താവ് അവിടുത്തെ അമ്മയെ വിളിച്ചു, മറിയം. അവൾ വിളി കേട്ടു, കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവളോട് അരുൾ ചെയ്തു, ദുഃഖിക്കേണ്ട, നിന്റെ ഹൃദയം ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യട്ടെ, കാരണം എൻ്റെ പിതാവ് എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ദർശിക്കുവാനുള്ള കൃപ നിനക്ക് ലഭിച്ചിരിക്കുന്നു. പരിശുദ്ധ മാതാവ് കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ മനുഷ്യഹൃദയങ്ങൾക്ക് മനസ്സിലാക്കുവാനോ വാക്കുകളാൽ വിവരിക്കുവാനോ അസാധ്യമായ അവിടുത്തെ മഹത്വം അവൾ ദർശിച്ചു. അവളുടെ അടുത്ത് നിന്ന് കർത്താവ് അരുളി ചെയ്തു, ഇപ്പോൾ നിന്റെ അമൂല്യ ശരീരം പർദീസയിലേക്ക് സമ്മഹിക്കപ്പെടും. നിന്റെ ആത്മാവ് സ്വർഗത്തിൽ അത്യുജ്വല പ്രഭയിൽ എൻ്റെ പിതാവിൻ്റെ നിക്ഷേപങ്ങളുടെ കൂടെ സമാധാനത്തിലും മാലാഖമാരുടെ ആഹ്ലാദത്തിലും സംരക്ഷിക്കപ്പെടും. കർത്താവ് തിരിഞ്ഞ് പത്രോസിനോട് അരുൾ ചെയ്തു, സ്തുതിഗീതം ആലപിക്കുവാനുള്ള സമയമായിരിക്കുന്നു. പത്രോസ് സ്തുതിയുടെ കീർത്തനം ആരംഭിച്ചപ്പോൾ സ്വർഗീയ ശക്തികൾ ഹല്ലേലൂയ പാടി. അപ്പോൾ കർത്താവിൻ്റെ അമ്മയുടെ മുഖം പ്രകാശത്തേക്കാൾ ശോഭിച്ചു. കർത്താവ് തൻ്റെ നിർമ്മലമായ കരങ്ങൾ നീട്ടി പരിശുദ്ധവും കളങ്കരഹിതവുമായ അവളുടെ ആത്മാവിനെ സ്വീകരിച്ചു. അവളുടെ നിഷ്കളങ്ക ആത്മാവ് വേർപെട്ടപ്പോൾ ആ സ്ഥലം മുഴുവൻ സുരഭില പരിമളത്താലും അവർണ്ണനീയമായ പ്രകാശത്താലും നിറഞ്ഞു. സ്വർഗത്തിൽ നിന്നിങ്ങനെയൊരു സ്വരവും കേട്ടു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. പത്രോസും പൗലോസും യോഹന്നാനും ഓടിയെത്തി വിശുദ്ധീകരണം പ്രാപിക്കാനായി അവളുടെ വിശിഷ്ട പാദങ്ങൾ ചുംബിച്ചു. സ്ലീഹന്മാർ അവളുടെ ശരീരം ശയ്യയിൽ കിടത്തി ഗത്സമനിയിലെ പുതിയ കല്ലറയിൽ നിക്ഷേപിച്ചു. ദൈവപുത്രന് മാംസരക്തങ്ങൾ നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശരീരത്തിന് മറ്റ് ശരീരങ്ങൾക്കെന്നതുപോലെ ദ്രവത്വം സംഭവിക്കരുതെന്ന് കർത്താവ് ആഗ്രഹിച്ചു. കബറിടത്തിങ്കൽ അടക്കം ചെയ്യപ്പെട്ട ദിവ്യജനനിയുടെ മൃതശരീരത്തിലേക്ക് മിശിഹ ജീവൻ തിരിച്ചു കൊടുത്തു. ആ ദിവ്യ ശരീരം പ്രകാശത്തിൻ്റെ രഥത്തിൽ വയ്ക്കപ്പെട്ട് പറുദീസായിലേക്ക് ആനയിക്കപ്പെട്ടു. മാതാവിൻ്റെ ജീവിതാന്ത്യത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെട്ടിരുന്ന തോമാസ് ലീഹായ്ക്ക് പരിശുദ്ധാത്മാവ് വഴി ലഭിച്ചെങ്കിലും മറ്റു സ്ലീഹന്മാരോടൊപ്പം മാതാവിൻ്റെ അന്ത്യവേളയിൽ ജെറുസലേമിലെത്താൻ സാധിച്ചില്ല. തോമാസ് ലീഹ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ പാർഥിയ, മേദിയ, പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ സുവിശേഷവേല ചെയ്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലെത്തിയത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആകാശമേഘങ്ങളിൽ സമ്മഹിക്കപ്പെട്ട് യാത്ര ചെയ്യവേ സൈത്ത് പർവ്വതത്തിൻ്റെ മുകളിലെത്തിയപ്പോൾ ആകാശവീഥിയിൽ വലിയ ആരവവും മാലാഖമാരുടെ ഹല്ലേലൂയ സ്തുതികളും കേട്ട് തോമാസ് ലീഹ അമ്പരന്നു. മാതാവിനെ പർദീസായിലേക്ക് മാലാഖമാരാൽ സമ്മഹിക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് മനസ്സിലാക്കിയ തോമാസ് ലീഹ ഉറക്കെ പറഞ്ഞു, മാലാഖമാരെ, അല്പം നിൽക്കണേ, എൻ്റെ ഗുരുവിൻ്റെ വത്സല മാതാവിനെ ഞാൻ ഒന്ന് ദർശിച്ചു കൊള്ളട്ടെ. തോമാസ് ലീഹയുടെ ശബ്ദം കേട്ട മാത്രയിൽ അഗ്നിരഥം ആകാശത്തിൽ നിർത്തപ്പെട്ടു. വാനമേഘങ്ങളാൽ വഹിക്കപ്പെടുന്ന തോമാസ് ലീഹ മാതാവിനെ വഹിച്ചിരുന്ന രഥത്തിന് സമീപത്തെത്തി. പരിശുദ്ധ മാതാവിനെ ചുംബിച്ചതിന് ശേഷം പറഞ്ഞു, കണ്ടാലും എൻ്റെ നാഥൻ്റെ അമ്മയെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ. ഭാഗ്യവതിയായ അമ്മേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. മാതാവ് ആനന്ദചിത്തയായി തോമാസ് ലീഹായെ ആശീർവദിച്ചു. ഈശോ പറഞ്ഞു, തോമായെ, നീ ഭാഗ്യവാനാകുന്നു. നീ കണ്ട മഹത്വത്തിൻ്റെ വിവരങ്ങൾ നിന്റെ കൂട്ടുകാരെ അറിയിക്കുക. സ്ലീഹന്മാർ വിശ്വസിക്കേണ്ടതിന് ഒരടയാളം ചോദിച്ച തോമായിക്ക് പരിശുദ്ധ അമ്മയുടെ അങ്കിമേൽ കെട്ടിവെച്ചതും സ്ലീഹന്മാർ ചുംബിച്ചതുമായ അരക്കച്ച അല്ലെങ്കിൽ സുനോറോ അഴിച്ചു നൽകി. അനന്തരം മാതാവിനെ വഹിച്ചിരുന്ന അഗ്നിരഥം സ്വർഗീയ സേനകളുടെ അകമ്പടിയോടെ പറുദീസായിലേക്ക് എടുക്കപ്പെട്ടു. തോമാസ് ലീഹ മേഘങ്ങളിൽ സംവഹിക്കപ്പെട്ട് സൈത്ത് പർവ്വതത്തിൽ കാത്തിരുന്ന മറ്റു സ്ലീഹന്മാരുടെ സമീപത്തെത്തി. ആകാശമധ്യേ മാതാവിനെ കണ്ട കാര്യം മറ്റു സ്ലീഹന്മാർ വിശ്വസിച്ചില്ല. അവർ തോമസിനെ ഗത്സമനയിലുള്ള കല്ലറയിൽ കൊണ്ടുപോയി. തോമസിനെ മാതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി അവർ കബറിടം തുറന്നു. എന്നാൽ അത് ശൂന്യമായി കാണപ്പെട്ടു. എല്ലാവരും വിസ്മയഭരിതരായി.
മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് ലഭിച്ച സുനോറോ തോമാസ് ലീഹ അവരെ കാണിച്ചപ്പോൾ എല്ലാവരും വിശ്വസിക്കുകയും കമിഴ്ന്നു വീണ് പരിശുദ്ധ അമ്മയുടെ അരക്കച്ചയെ ചുംബിക്കുകയും അവളെ ശരീരത്തോടെ പർദീസയിലേക്ക് എടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് മേഘരഥങ്ങളിൽ കയറി വന്ന സ്ലീഹന്മാർ ഓരോരുത്തരും അവരവർ വന്ന സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് കൊല്ലപ്പെട്ട തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് പിന്നീട് ഉറഹയിലേക്ക് കൊണ്ടുപോയിരുന്നു. 1852 ഏപ്രിൽ മാസത്തിൽ അന്ത്യോക്യയിലെ പാത്രിയർക്കീസ് ബാവ പുരാതന രേഖകൾ പരിശോധിച്ചപ്പോൾ മാതാവ് തോമാസ് ലീഹായ്ക്ക് നൽകിയ സുനോറോയെക്കുറിച്ച് വിവരം ലഭിക്കുകയും ബാവായുടെ കൽപ്പന പ്രകാരം ഹോംസിലെ ദേവാലയത്തിൻ്റെ ത്രോണോസ് പൊളിച്ച് അതിലൊരു ശിലാപേടകത്തിൽ നിന്ന് സുനോറോയും തോമാസ് ലീഹായുടെ അസ്ഥി സ്ഥാപിച്ചിരുന്ന കുഴലും ലഭിച്ചിരുന്നു. 1965 സുനോറോയുടെ കുറച്ച് ഭാഗം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും 1982 ഫെബ്രുവരി 26 അതിൻ്റെ ഒരംശം മണർകാട് വിശുദ്ധ മർത്ത മറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന് പ്രസ്തുത പള്ളിയുടെ ചരിത്രരേഖകളിൽ കാണുന്നു.